ഇത് കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയാണ്. ദേവകിയും വസുദേവരും പറയുന്നത് അജ്ഞാനം കൊണ്ടാണ് എല്ലാ തെറ്റുകുറ്റങ്ങളും ഉണ്ടാകുന്നത്. കാമം, ഹർഷം, ശോകം, ലോഭം, മോഹം, കോപം ഇവയെല്ലാം ഉണ്ടാകുന്നത് അഹംഭാവം മൂലമാണ്. ഞാനെന്ന ഭാവം ഉണ്ടാകുന്നത് കൊണ്ടാണ് ഇപ്രകാരമുള്ള കുറ്റങ്ങളെല്ലാം ചെയ്യേണ്ടി വരുന്നത്. അതുപോലെ പരംപുരുഷനായ ഭഗവാനെ അറിയുന്നില്ല ഇങ്ങനെയുള്ളവർ എന്ന് പറയുന്നു. ഇനി നമുക്ക് അതിൻ്റെ ബാക്കി നോക്കാം. ഇവിടെ വസുദേവരെയും ദേവകിയെയും മോചിപ്പിച്ചതിന് ശേഷം സന്തുഷ്ടനായ കംസൻ അവരോട് അനുവാദം വാങ്ങി സ്വന്തം ഭവനത്തിലേക്ക് പോവുകയാണ്. അവിടെ അടുത്ത ദിവസം പ്രഭാതത്തിൽ അദ്ദേഹം മന്ത്രിമാരെയൊക്കെ വിളിച്ച് ഈ യോഗമായ ദേവി പറഞ്ഞതെല്ലാം പറയുകയാണ്. ദേവിയെ നിലത്തടിച്ച് കൊല്ലാൻ പോയപ്പോൾ എന്താണ് പറഞ്ഞത്? സ്ത്രീ, എന്നെ കൊന്നിട്ട് നിനക്ക് എന്ത് പ്രയോജനമാണ് ലഭിക്കാനുള്ളത്? നിന്നെ കൊല്ലാനായി നിൻ്റെ അന്തകൻ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ട് എന്നല്ലേ പറഞ്ഞത്? ഇത് ആ മന്ത്രിമാരോട് പറഞ്ഞു. മന്ത്രിമാരെന്ന് പറഞ്ഞാൽ ഈ അസുരന്മാർ ദേവന്മാരോട് ആ വിദ്വേഷം മനസ്സിൽ വെച്ച് പുലർത്തുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിൽ നമുക്കറിയാം, ഭഗവത് ഭക്തി ഇല്ലാത്തവർക്ക് വിവേകമുണ്ടാവില്ല. അവരുടെ മനസ്സിൽ അജ്ഞാന നിമിത്തം വിവേകശൂന്യരായിട്ട് പെരുമാറുന്നവരാണ്. അങ്ങനെയുള്ള ഈ കംസൻ്റെ മന്ത്രിമാർ ഇങ്ങനെ മറുപടി പറയുകയാണ്. അതായത് പുരഗ്രാമവ്രജങ്ങളിൽ ഇങ്ങനെ സഞ്ചരിച്ച് 10 മാസം പ്രായം അല്ലെങ്കിൽ 10 ദിവസം പ്രായമായ എല്ലാ കുഞ്ഞുങ്ങളെയും കൊന്നുകളയാം. അങ്ങയുടെ ഞാനൊരു ശബ്ദം കേൾക്കുമ്പോഴേക്കും ഭയന്ന് വിറയ്ക്കുന്ന ഈ ദേവന്മാർക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? എന്നിട്ട് ദേവന്മാരെ ഓരോരുത്തരെയായിട്ട് പറയുന്നത് ഇങ്ങനെയാണ്: അങ്ങയോട് എതിരിടാൻ കഴിയാതെ യുദ്ധക്കളത്തിൽ നിന്ന് ജീവനും കൊണ്ട് പാഞ്ഞു പോയവരല്ലേ അവരൊക്കെ. ചിലരാകട്ടെ ആയുധം വെച്ച് കീഴടങ്ങുകയും ഉണ്ടായി. വേറെ ചിലർ ആയുധാദികൾ വെടിഞ്ഞ് കെട്ടിവെച്ച മുടി അഴിച്ച് അങ്ങയുടെ മുമ്പിൽ തൊഴുതു നിൽക്കുകയുണ്ടായി. ആ യുദ്ധവീരനായ അങ്ങ് തേര് നഷ്ടപ്പെട്ടവർ, എതിരിടാൻ കേൾപ്പില്ലാത്തവർ, അങ്ങനെയുള്ളവരെയൊന്നും അങ്ങ് വധിക്കുകയില്ലല്ലോ. ഐശ്വര്യം കൊണ്ട് മത്തരായ ദേവന്മാർക്കോ ഇന്ദ്രനോ അതുപോലെ ആ നിഗൂഢമായി ചിരിക്കുന്ന വിഷ്ണുവിനോ പർവ്വതവാസിയായ ശിവനോ സദാ തപസ് ചെയ്യുന്ന ബ്രഹ്മാവിനോ അങ്ങയെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? അതുകൊണ്ട് എങ്കിലും അവർ ശത്രുക്കളായതുകൊണ്ട് അവരെ നിസ്സാരന്മാരായി കാണേണ്ട കാര്യമില്ല. അവരെ എല്ലാം സമ്പൂർണ്ണമായി ഇല്ലാതാക്കുന്നതിനുള്ള എന്ത് നടപടിയാണോ ചെയ്യേണ്ടത് അത് ഞങ്ങൾ ചെയ്തുകൊള്ളാം. അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ചാൽ മതി, ആജ്ഞാപിച്ചാൽ മതി എന്ന് ഈ മന്ത്രിമാർ കംസനോട് പറയുകയാണ്. അത് കഴിഞ്ഞ് ഒന്നുകൂടി പറഞ്ഞു. ഇതൊരു നീതിവാക്യമാണ്. രോഗം, ശത്രു, ഇന്ദ്രിയ വാസനകൾ മുതലായവയെ ബലപ്പെടുന്നതിന് മുമ്പേ തടയേണ്ടതാണ്. അല്ലെങ്കിൽ അവ എതിർക്കാൻ കഴിയാത്ത വിധം ശക്തമായി തീരും. ഈ രോഗം വന്നാലും രോഗം വന്നാൽ തുടക്കത്തിലേ ചികിത്സിച്ചാൽ നമുക്കത് പൂർണ്ണമായി മാറ്റാൻ സാധിക്കില്ലേ? അതുപോലെ ശത്രുത, അതും നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നത്. അത് വെച്ചുകൊണ്ടിരുന്നാൽ അത് വർദ്ധിച്ച് വന്ന് വലിയ വഴക്കായി മാറും. പിന്നെ ഈ ഇന്ദ്രിയ വാസനകൾ എന്നുള്ളിടത്ത് നമ്മൾ വേറൊരു വാക്കാണ് പറയുന്നത്. കടം വാങ്ങിച്ചാൽ അത് പെട്ടെന്ന് തന്നെ തിരിച്ചു കൊടുക്കണം. അത് വെച്ചുകൊണ്ടിരിക്കരുത് എന്ന് പറയും. രോഗം, ശത്രുത, കടം. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ഇന്ദ്രിയ വാസനകൾ എന്ന് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നു. ഇനി സർവ്വദേവന്മാരുടെയും കാരണം നിത്യനും ധർമ്മസ്വരൂപനുമായ വിഷ്ണുവാണ്. അതുപോലെ പശുക്കൾ, ബ്രാഹ്മണർ, വേദങ്ങൾ, യജ്ഞങ്ങൾ, തപസ് മുതലായവയൊക്കെ ഇവയുടെ എല്ലാ ആശ്രയസ്ഥാനവും അദ്ദേഹം തന്നെയാണ്. അതുകൊണ്ട് വേദം പഠിച്ചവരാണല്ലോ ബ്രാഹ്മണർ, വേദജ്ഞന്മാരാണ്. അപ്പോൾ ആ ബ്രാഹ്മണരെയും മുനിമാരെയും പശുക്കളെയും യജ്ഞശീലരെയും എല്ലാം കൊന്നുകളയുമ്പോൾ ഈ ദേവന്മാരുടെ ബലം കുറയും. അതുപോലെ സർവ്വദേവന്മാർക്കും ഈശ്വരൻ അസുരന്മാരെ എല്ലാം നശിപ്പിക്കുന്നവനായിരിക്കുന്നതും അതുപോലെ എല്ലാവരുടെയും ഹൃദയത്തിൽ വസിക്കുന്നതും വിഷ്ണുവാണ്. അദ്ദേഹത്തെ വധിക്കുന്നത് സർവ്വദേവന്മാരെയും ഇല്ലാതാക്കുന്നതിന് സമമാണ് എന്ന് പറയുകയാണ് ഈ മന്ത്രിമാർ. അതുകൊണ്ട് നമുക്ക് ഈ മുനിമാരെയും അതുപോലെ ബ്രാഹ്മണരെയും എല്ലാം വധിക്കാം എന്ന് പറയുകയാണ്. അവരെ വധിച്ചാൽ വിഷ്ണുവിനെ വധിക്കുന്നതിന് തുല്യമായിരിക്കും എന്ന് പറഞ്ഞ് ഇപ്രകാരമുള്ള ഈ മന്ത്രിമാരുടെ ഉപദേശം കേട്ട കംസൻ ഋഷിമാരെ വധിക്കുന്നത് ഏറ്റവും ഉത്തമമാണെന്ന് കരുതി. അതുപോലെ തന്നെ ഈ അസുരന്മാർക്ക് ഇഷ്ടാനുസരണം രൂപം മാറാനുള്ള കഴിവുണ്ടല്ലോ. അതുപോലെ തന്നെ അവർക്ക് ഈ മറ്റുള്ളവരെ വധിക്കാനും താല്പര്യമേറുമല്ലോ. അങ്ങനെയുള്ള ദൈത്യന്മാരെ ഈ
ഋഷികളെ ദ്രോഹിക്കുന്നതിനായിട്ട് നിയോഗിക്കുകയാണ്. യാദവരെയും അതുപോലെ തന്നെ ഋഷിമാരെയും താപസ ശ്രേഷ്ഠന്മാരെയും എല്ലാം. അതുപോലെ രജസ്തമോ ഗുണാവൃതന്മാരുമായ രജോ ഗുണവും തമോ ഗുണവും കൂടുതലുള്ള ഈ രാക്ഷസന്മാർ, ഈ അസുരന്മാർ കംസൻ്റെ ആജ്ഞ കേൾക്കേണ്ട താമസം നാട് നീളെ നടന്ന് സജ്ജനങ്ങളായ ഈ സാധുക്കളെ എല്ലാം ഉപദ്രവിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഈ കംസൻ്റെ അനുചരന്മാർ ഇങ്ങനെ ദ്രോഹിക്കാൻ തുടങ്ങിയതും കംസൻ്റെ ഐശ്വര്യം, ധർമ്മം, പുണ്യം, കീർത്തി ഇതെല്ലാം നശിക്കാനും തുടങ്ങി. അധർമ്മം പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ ഐശ്വര്യം നശിക്കാൻ തുടങ്ങി. അങ്ങനെ സ്വപത്നിയായ ഈ യശോദയുടെ അടുത്ത് കൊണ്ടുചെന്ന് വസുദേവർ കുഞ്ഞിനെ കിടത്തിയല്ലോ. അപ്പോൾ ഉത്തമനായ ഒരു പുത്രന് ജന്മം നൽകിയെന്ന് നന്ദഗോപർ മനസ്സിലാക്കുകയാണ്. ഇനിയാണ് ഭഗവാൻ, ഇത് ഭഗവാനാണെന്ന് നമുക്കറിയാം, നന്ദഗോപർക്ക് അറിയില്ലല്ലോ. അതുപോലെ ആ നന്ദഗോപരുടെ പത്നിയായ യശോദയ്ക്കും അറിയില്ല. ആദ്യമേ പറഞ്ഞിരുന്നു ഗർഭാലസ്യം കൊണ്ടും യോഗമായ പ്രഭാവം കൊണ്ടും ജനിച്ചത് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്ന് യശോദയ്ക്ക് മനസ്സിലായില്ല എന്ന്. കുഞ്ഞ് കരഞ്ഞു, നോക്കുമ്പോൾ ആൺകുഞ്ഞ്. ആ നന്ദഗോപർ വളരെയധികം സന്തുഷ്ടനായി. അദ്ദേഹം ഉടനെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞു വന്ന് ജ്യോതിഷികളായ ബ്രാഹ്മണരെ വിളിച്ച് പുത്രൻ്റെ സംസ്കാര കർമ്മങ്ങളും പിതൃദേവാർച്ചനയും ചെയ്യിച്ച് സ്തുതി ചൊല്ലിച്ചു. അതുപോലെ തന്നെ ബ്രാഹ്മണർക്കൊക്കെ ദക്ഷിണയായി അനേകം സ്വർണം കെട്ടിച്ച 2 ലക്ഷം പശുക്കളെ സമർപ്പിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പൊന്നാടയും രത്നങ്ങളും ധാരാളം ആയിട്ട് ദാനം ചെയ്തു. അങ്ങനെ സ്നാനം കൊണ്ട്, അതായത് കുളിച്ചു കഴിഞ്ഞ ശരീരവും, കാലം കൊണ്ട് ഭൂമിയും, തപസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളും, ഇജ്ജ കൊണ്ട് ബ്രാഹ്മണരും, സംസ്കാരം കൊണ്ട് ഗർഭവും, തുഷ്ടി കൊണ്ട് മനസ്സും, ദാനം കൊണ്ട് ദ്രവ്യവും പരിശുദ്ധമാകും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നന്ദഗോപർ വളരെ സന്തുഷ്ടനായി എല്ലാവർക്കും ദാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഗോപന്മാരെല്ലാം ഈ കുഞ്ഞിനെ കാണുവാനായിട്ട് നാനാവിധ കാഴ്ചദ്രവ്യങ്ങളുമായിട്ട് വരുന്നു. സുന്ദരികളായ ഗോപകന്യകമാർ അങ്ങനെ കണ്ണെഴുതി പൊട്ടും തൊട്ട് കൊങ്കകളും നിതംബവും കുലുക്കി ഇങ്ങനെ സന്തോഷഭരിതരായി ഭഗവാനെ ദർശിക്കാൻ വരികയാണ്. അവർ ബാലനെ മഞ്ഞൾ തൈലം കൊണ്ട് നന്നായിട്ടൊഴിഞ്ഞ് ആശംസകളൊക്കെ നേർന്ന് ഭഗവാനെ പ്രാർത്ഥിച്ച് മഹോത്സവമാണ് അവിടെ ഗോകുലത്തിലെല്ലാം. മഹാവാദ്യങ്ങളൊക്കെ, വാദ്യഘോഷങ്ങളോടെ. അതുപോലെ തന്നെ ഗോപന്മാരും ഗോപികമാരും വെണ്ണ, പാല്, തൈര് മുതലായവ കൊണ്ട് പരസ്പരം അഭിഷേകം ചെയ്ത് ആടിക്കളിക്കുകയാണ്. അതുപോലെ നന്ദഗോപർ, സൂതർ, മാഗധർ, ബന്ദികൾ, ഗായകർ, വാദ്യക്കാർ മുതലായവർക്കെല്ലാം ലുബ്ധില്ലാതെ, അതായത് ഒരു പിശുക്കും ഇല്ലാതെ വസ്ത്രങ്ങളും ധനങ്ങളും എല്ലാം വാരിക്കോരി കൊടുക്കുകയാണ്. അങ്ങനെ വിഷ്ണുപ്രീതിക്കും പുത്രൻ്റെ ശ്രേയസ്സിനുമായിട്ട് അദ്ദേഹം യാതൊരു ലോഭവും കൂടാതെ ധാരാളം ധനം ഇങ്ങനെ ദാനം ചെയ്തു. വസുദേവരുടെ മറ്റൊരു പത്നിയാണ് രോഹിണി. നമുക്കറിയാം, രോഹിണിയുടെ ഗർഭത്തിലാണ് ആദിശേഷൻ്റെ വംശാവതാരം. ആ നന്ദഗോപരുടെ ഗ്രഹത്തിൽ സന്തുഷ്ടചിത്തയായി കഴിഞ്ഞു വന്നു. അങ്ങനെ ഭഗവാൻ കൃഷ്ണൻ്റെ തിരുവാവതാരത്തോടുകൂടി ഗോകുലം ലക്ഷ്മി ദേവിയുടെ ക്രീഡാസ്ഥാനമായി. എന്ന് പറഞ്ഞാൽ ഐശ്വര്യം അങ്ങനെ കുമിഞ്ഞുകൂടിക്കൊണ്ടേയിരുന്നു എന്നർത്ഥം. ഇനി ഒരു നാൾ നന്ദഗോപർ കംസന് കപ്പം, അതായത് ടാക്സ് കൊടുക്കുന്നതിനാണ് കപ്പം, അതായത് മറ്റൊരു രാജാവിൻ്റെ മേൽക്കോയ്മ സ്വീകരിക്കുമ്പോൾ ആ രാജാവിന് അധീനനായി വസിക്കുക എന്നുള്ളതിൻ്റെ അടയാളമാണ് ഈ കപ്പം കൊടുക്കുക. കപ്പം കൊടുക്കാനായിട്ട് മധുരയിലേക്ക് പോയി. അന്നേരം നന്ദൻ, ആ സഹോദരനാണ് നന്ദനെ മധുരയിൽ വെച്ച് കാണുകയാണ്. അങ്ങനെ രണ്ടുപേരും കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ വസുദേവരെ കണ്ട് അത്യധികം സന്തുഷ്ടനായ നന്ദൻ കെട്ടിപ്പിടിച്ച് കുശലപ്രശ്നമൊക്കെ നടത്തി. ഇവിടെ വസുദേവർക്ക് സ്വന്തം പുത്രൻ്റെ വാർത്ത കേൾക്കാനുള്ള ആ ഒരു ആകാംക്ഷയുണ്ട്, അറിയില്ലല്ലോ. പക്ഷേ എന്നിരുന്നാലും വളരെ കാലമായി ഇങ്ങനെ പുത്രൻ ജനിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി കഴിയുകയായിരുന്ന അങ്ങേക്ക് ഇപ്പോൾ ഉത്തമനായ പുത്രനെ ലഭിച്ചുവല്ലോ എന്ന് സംസാരം തുടങ്ങി വയ്ക്കുകയാണ്. അങ്ങനെയെങ്കിലും കുഞ്ഞിൻ്റെ വർത്തമാനം കേൾക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പരസ്പരം ഇങ്ങനെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും വിശേഷങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവയ്ക്കുമ്പോൾ ആ വിശേഷങ്ങൾ അറിയുന്നത് തന്നെ എന്ത് സന്തോഷമാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, ഗോക്കൾക്കും സുഖം തന്നെയല്ലേ? ഗോകുലത്തിൽ ഗോക്കൾക്ക് ആവശ്യമായ പുല്ലും മറ്റും ഇഷ്ടം പോലെ ലഭിക്കുന്നില്ലേ? എൻ്റെ പുത്രനായ ബലരാമനും അവൻ്റെ മാതാവായ രോഹിണിയും സുഖത്തോടു കൂടി കഴിയുന്നില്ലേ? പുരുഷൻ്റെ ഈ ധർമാർത്ഥ കാമങ്ങൾ ബന്ധുക്കളുടെ പ്രീതിക്ക് വേണ്ടിയുള്ളതാണല്ലോ. അവർ ദുഃഖിക്കുകയാണെങ്കിൽ അവ നിഷ്ഫലമായി തീരുന്നു. അതായത് പുരുഷൻ സമ്പാദിക്കുന്നതെല്ലാം സ്ത്രീകൾക്കും കുടുംബത്തിനും വേണ്ടിയാണ്. അപ്പോൾ അവർ സുഖമല്ല, കുടുംബത്തിൽ ആർക്കും സുഖമില്ലെങ്കിൽ
ആ സമ്പാദിക്കുന്നത് കൊണ്ട് ഫലമില്ല എന്ന്, നിഷ്ഫലമാണെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇവിടെ. അങ്ങനെ നന്ദഗോപർ പറഞ്ഞു, പ്രിയമിത്രമേ, ഞാൻ എന്തു പറയാനാണ്? അങ്ങേക്ക് ദേവകിയിൽ ജനിച്ച പുത്രന്മാരെല്ലാം പുത്രന്മാരെ എല്ലാം ആ ദുഷ്ടനായ കംസൻ കൊന്നുകളഞ്ഞുവല്ലോ. അവസാനമുണ്ടായ പെൺകുഞ്ഞിനെ കൂടി അവൻ ഇല്ലാതാക്കിയല്ലോ. ഈ ലോകം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് സഹതപിക്കുകയാണ്. വസുദേവർ പറഞ്ഞു, അങ്ങനെ എത്രയും വേഗം ഗോകുലത്തിലേക്ക് മടങ്ങിപ്പോയാലും അങ്ങയെ ദർശിക്കാൻ കഴിഞ്ഞത് തന്നെ വളരെ ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. ഗോകുലത്തിൽ എന്തൊക്കെയോ ആപത്തുകൾ വരാൻ പോകുന്നത് പോലെ എനിക്കൊരു ശങ്ക. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മടങ്ങിപ്പോയിക്കൊള്ളൂ എന്ന് വസുദേവർ നന്ദനോട് പറയുന്നു. അങ്ങനെ വസുദേവരുടെ ഇപ്രകാരമുള്ള വാക്ക് കേട്ട് നന്ദഗോപർക്കും എന്തൊക്കെയോ ഇങ്ങനെ തോന്നി. പെട്ടെന്ന് യാത്ര ചോദിച്ച്, പക്ഷേ പോകാൻ മനസ്സില്ലായിരുന്നു. എങ്കിലും പെട്ടെന്ന് ഗോകുലത്തിലേക്ക് മടങ്ങിപ്പോവുകയാണ്. ഇനി ഈ മന്ത്രിമാരെ വെച്ച് കംസൻ മന്ത്രിമാരുടെ ഉപദേശം കേട്ട് 10 ദിവസമായ കുഞ്ഞുങ്ങളെ എല്ലാം വധിക്കാനുള്ള പ്ലാൻ നടപ്പാക്കുകയാണ്. അതനുസരിച്ച് ഈ അസുരന്മാരെ നാനാദിക്കിലേക്ക് അയക്കുന്നു. ആ കൂട്ടത്തിലുള്ളതാണ് പൂതനയും. പൂതനയുടെ കുഞ്ഞിനെ വധിക്കാനുള്ള പോക്കാണ്. പൂതനാമോക്ഷമാണ് ഇനി പറയുന്നത്. പൂതന അതിസുന്ദരിയായ ഒരു സ്ത്രീയായിട്ടാണ് പോകുന്നത്. നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലേ. ഇവിടെ വസുദേവർ പറഞ്ഞതിനെക്കുറിച്ചോർത്ത് വളരെ വ്യാകുല ചിത്തനായിട്ട് നന്ദഗോപർ ഗോകുലത്തിലേക്ക് യാത്ര തിരിക്കുകയാണ്. വസുദേവരുടെ വാക്കുകൾ അസത്യമാകില്ലെന്ന് നന്ദഗോപർക്ക് തോന്നുന്നു. ആ കംസൻ്റെ ആജ്ഞപ്രകാരം ഈ രാക്ഷസിയായ പൂതന എല്ലായിടത്തും സഞ്ചരിച്ച്, എല്ലാ നാട്ടിലും നഗരത്തിലും ഒക്കെ സഞ്ചരിച്ചിട്ട് കുഞ്ഞുങ്ങളെ കൊന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഗോകുലത്തിലേക്ക് ചെല്ലുന്നതും ഈ സ്വന്തം രൂപത്തിലല്ല, മനോഹരിയായ ഒരു അവളുടെ സൗന്ദര്യം കണ്ട സ്ത്രീകൾ പോലും നോക്കി നിൽക്കും. അങ്ങനെ ആ സുന്ദരിയായിട്ട് ഗോകുലത്തിലേക്ക് എത്തുകയാണ്. പൂതനയ്ക്ക് ആകാശത്തൊക്കെ സഞ്ചരിക്കാനുള്ള കഴിവുണ്ട് കേട്ടോ. ഇഷ്ടാനുസൃതമായിട്ട് രൂപം മാറാൻ കഴിവുള്ളവൾ, ആകാശത്ത് സഞ്ചരിക്കുന്നവൾ. അങ്ങനെ നന്ദഗ്രഹത്തിലും എത്തുകയാണ് സുന്ദരിയായിട്ട്. ഇവളുടെ സൗന്ദര്യം കണ്ട് മറ്റു സ്ത്രീകളെല്ലാം നോക്കി നിൽക്കുന്നു. യശോദയും രോഹിണിയും എല്ലാം ഇവളെ തടയുന്നില്ല. സമൃദ്ധമായ കേശഭാരം, സുഗന്ധപുഷ്പങ്ങളൊക്കെ ചൂടി അങ്ങനെ വളരെ സുന്ദരിയായിട്ടാണ് വർണ്ണിച്ചു വച്ചിരിക്കുന്നത്. ഇവൾ ചെന്ന് അകത്ത് കിടന്ന കുഞ്ഞിനെ എടുക്കുകയാണ്. അപ്പം ഇവളുടെ സൗന്ദര്യത്തിൽ മതിമറന്ന് ആരും ഇവളെ തടയുന്നില്ല. കുഞ്ഞിനെ എടുക്കണ്ട എന്നൊന്നും പറയില്ല. നമ്മളാണെങ്കിൽ പരിചയമില്ലാത്ത ഒരു സ്ത്രീ എത്ര സുന്ദരിയാണെങ്കിലും കയറി വന്ന് കുഞ്ഞിനെ എടുത്താൽ നമ്മൾ സമ്മതിക്കുമോ? പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. പൂതന ഭസ്മത്തിൽ മൂടിയ അഗ്നി എന്ന പോലെ മെത്തമേൽ ശയിക്കുന്ന ഭഗവാൻ കൃഷ്ണനെ കണ്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ വിശ്വാത്മാവായ ഭഗവാൻ ആ പൂതനയെ കണ്ടിട്ട് തിരിച്ചറിഞ്ഞു. പക്ഷേ കണ്ണുകളടച്ചൊന്നും അറിയാത്ത ഭാവത്തിൽ അങ്ങനെ കിടന്നു. അപ്പോൾ അവൾ ബാലനെ എടുത്ത് മടിയിൽ വെച്ചു. ആ പൂതനയുടെ സൗന്ദര്യത്തിൽ മോഹിച്ചിരുന്നു പോയ ആ രോഹിണി ഒന്നും ചെയ്യുന്നില്ല. ആ പൂതന കുഞ്ഞിനെ എടുത്തു വെച്ച് തൻ്റെ മുലകളിൽ വിഷം പുരട്ടിയാണല്ലോ ചെല്ലുന്നത്. ഭഗവാന്റെ വായിലേക്ക് പാല് കുടിക്കാനായിട്ട് മുലകൾ വെച്ചു കൊടുക്കുകയാണ്. ഉടൻ തന്നെ ഭഗവാൻ അവളുടെ മുലപ്പാലല്ല, മറിച്ച് പ്രാണങ്ങളെയാണ് വലിച്ചെടുക്കുന്നത്. ആ പ്രാണങ്ങളെ വലിച്ചെടുക്കാൻ തുടങ്ങിയതും അവൾ പ്രാണവേദന കൊണ്ട് തന്നെ എന്നെ വിടൂ എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. ഭഗവാനുണ്ടോ വിടുന്നത്? അതിനെ ഗൗനിക്കാതെ തന്നെ അവളുടെ പ്രാണങ്ങളെ വലിച്ചെടുക്കുന്നത് അങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. അവസാനം അവളെ നിവൃത്തിയില്ലാതെ കൈകാലുകൾ നിലത്തെടുത്ത് ശരീരം വിയർത്ത് അലറിക്കൊണ്ട് ഭൂമിയിൽ മറിഞ്ഞു വീഴുകയാണ്. അവളുടെ അലർച്ച 6 നാഴിക ദൂരെ വരെ കേട്ടു എന്നാണ്. അങ്ങനെ 8 ദിക്കിലും അവളുടെ അലർച്ച മുഴങ്ങി. ഗ്രഹങ്ങളും ഭൂമിയും എല്ലാം കുലുങ്ങി. അവളുടെ ശബ്ദം കേട്ട് ജനങ്ങളാകെ ഭയന്ന് വിറച്ചു. ആ വജ്രായുധമേറ്റ വൃത്രാസുരൻ എന്ന പോലെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവൾ തൻ്റെ അഭീമാകാരമായ സ്വന്തം രൂപത്തിലേക്ക് മാറി മുടിയുമെല്ലാം പരത്തി അങ്ങനെ ചത്ത് വീഴുകയാണ്. ഒരു മന്ദരപർവ്വതം പോലെ അങ്ങനെ ചത്ത് കിടക്കുകയാണ്. എല്ലാവരും നോക്കുമ്പോൾ ആ ചത്ത് കിടക്കുന്ന പൂതനയുടെ മുകളിൽ ഇങ്ങനെ ആ കുഞ്ഞിരിപ്പുണ്ട്. അവൾ ഭൂമിയിൽ പതിച്ചപ്പോഴുണ്ടായ ആഘാതം കൊണ്ട് വൃക്ഷങ്ങളൊക്കെ കടപുഴുകി വീണു. അതുപോലെ അവളുടെ ആ മരിച്ചപ്പോഴ ദംഷ്ടകളൊക്കെ പുറത്തേക്ക് ഇങ്ങനെ വന്നു. അവളുടെ മൂക്കാണെങ്കിൽ മൂക്കിൻ്റെ ദ്വാരം, നാസാദ്വാരങ്ങൾ ഗുഹ പോലെ കാണപ്പെട്ടു. അതുപോലെ പാറക്കെട്ട്, സ്ഥലങ്ങൾ കണ്ടാൽ പാറക്കെട്ട് പോലെ കൂറ്റൻ ജടാഭാരം, അങ്ങനെ കൈകാലുകളൊക്കെ വലിയ രൂപമായിരുന്നു എന്നാണ് വർണ്ണിച്ചിരിക്കുന്നത്. അങ്ങനെ എല്ലാം ഇങ്ങനെ കണ്ട് ആ കുഞ്ഞ് പൂതനയുടെ നെഞ്ചത്ത് ഇങ്ങനെ ഇഴഞ്ഞ് നടക്കുകയായിരുന്നു, മുട്ടിലിഴഞ്ഞ്. അപ്പോൾ ആ കുഞ്ഞിനെ വേഗം ചെന്ന് യശോദ ചെന്ന് ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നിട്ട്
നമ്മൾ പറയില്ലേ, അതിന് കണ്ണീർ പറ്റാതെ ദോഷം പറ്റാതിരിക്കാനുള്ള ക്രിയകളൊക്കെ ചെയ്യുകയാണ്. ആദ്യം തന്നെ പാലിൽ പശുവിൻ പാൽ കൊണ്ട് ഒഴിഞ്ഞു, അത് കഴിഞ്ഞ് ഗോമൂത്രം കൊണ്ട് കുളിപ്പിച്ചു. പിന്നെ നെറ്റിയിൽ നാഭീദേശത്ത്, അതായത് നെറ്റിയിൽ കേശവൻ എന്ന് ഓം കേശവായ നമ എന്ന് പറഞ്ഞ് നെറ്റിയിൽ, അതുപോലെ ഓം നാരായണായ നമ എന്ന് പറഞ്ഞ് നാഭീദേശത്ത്, വക്ഷസിൽ ഓം മാധവായ നമ, കണ്ഠദേശത്ത് ഓം ഗോവിന്ദായ നമ, അതുപോലെ വലത് ഉദരഭാഗത്ത് ഓം വിഷ്ണവേ നമ, വലത് കൈയിൽ ഓം മധുസൂദനായ നമ എന്ന് പറഞ്ഞ്, അതുപോലെ കഴുത്തിൻ്റെ മുൻവശം ത്രിവിക്രമായ നമ, ഉദരത്തിൻ്റെ ഇടതുഭാഗത്ത് ഓം വാമനായ നമ, ഇടത് കൈയിൽ ഓം ശ്രീധരായ നമ, അതുപോലെ കഴുത്തിൻ്റെ പുറകുവശത്ത് ഓം ഹൃഷീകേശായ നമ, പൃഷ്ഠഭാഗത്ത് ഓം പത്മനാഭായ നമ, അതുപോലെ അരക്കെട്ടിൽ ഓം ദാമോദരായ നമ. ഇങ്ങനെ 12 നാമങ്ങളും പറഞ്ഞ് ചാണകം കൊണ്ട് കുറി തൊടുവിക്കുവാണ്. ആ ദോഷങ്ങൾ മാറാനായിട്ടാണ് അങ്ങനെ ചെയ്തത്. നമുക്കും ചെയ്യാവുന്നതാണ്. നമ്മൾ ഭസ്മം തൊടുമ്പോൾ ഇങ്ങനെ പറഞ്ഞ് ഈ ഭാഗങ്ങളിലൊക്കെ തൊടുന്നത് വളരെ ശ്രേയസ്കരമാണ് എന്ന് പറയുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ 12 നാമങ്ങളും പറഞ്ഞതും ആ സ്ഥാനങ്ങൾ പറഞ്ഞതും. ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് ബീജന്യാസം ചെയ്യാണ് ഭഗവാന്റെ. അതായത് നമുക്ക് ദേവീമാഹാത്മ്യത്തിൽ പറഞ്ഞതുപോലെ കാലടികൾ, അതുപോലെ ഓരോ ഭാഗങ്ങളായിട്ട് അടി തൊട്ട് മുടി വരെ, ഈ കണ്ഠദേശം, എല്ലാ ശരീരഭാഗങ്ങളിലും ഭഗവാൻ ഇങ്ങനെ വസിക്കുന്നതായിട്ട് അങ്ങനെ ആ ന്യാസം ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ട് ഈ ഈ പൂതന മരിച്ചല്ലോ, കൃഷ്ണനെ പാലൂട്ടിയത് കൊണ്ട് അവളുടെ സർവ്വ പാപങ്ങളും വലിച്ചെടുത്തു. അതുപോലെ മുലപ്പാൽ എന്ന പോലെ വലിച്ചെടുത്ത് അവളുടെ ജന്മം പാപഹീനമാക്കി മാറ്റി തീർക്കുകയാണ്. പൂതനയ്ക്ക് മോക്ഷം കൊടുക്കുകയാണ്. അതുപോലെ തന്നെ അവളുടെ ശരീരം നന്ദഗോപുരം തിരിച്ചു വന്നപ്പോൾ ഈ വിവരങ്ങളൊക്കെ അറിയുകയാണ്. വെട്ടിക്കീറി ദഹിപ്പിക്കുന്നത് നന്ദഗോപുരയുടെ നേതൃത്വത്തിലാണ്. അപ്പോൾ അവളുടെ ശരീരത്തിൽ നിന്നും അങ്ങനെ പാപം അകന്നിട്ട് അകിലിന് സമാനമായ സുഗന്ധം പരന്നു. ഒരു സുഗന്ധദ്രവ്യമാണ് അകില്. അങ്ങനെ ഈ കൃഷ്ണനെ വധിക്കാനുള്ള ആഗ്രഹത്തോടു കൂടിയാണ് വന്നിരുന്നതെങ്കിലും ആ പൂതനയ്ക്ക് സൽഗതി ലഭിക്കുകയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഒരുവൻ പ്രേമത്തോടും ഭക്തിയോടും കൂടി സർവസ്വവും ഭഗവാന് സമർപ്പിക്കുകയാണെങ്കിൽ അവൻ പരമഗതിയെ പ്രാപിക്കുമെന്ന് അറിയുക. ആ ബ്രഹ്മാദികളിൽ കൂടി, അതായത് ദേവന്മാരാൽ കൂടി ആദരിക്കുന്ന ആ പൂജിക്കപ്പെടുന്ന ആ പദകമലങ്ങൾ കൊണ്ടുള്ള താടനമേൽക്കുകയും അതുപോലെ മുലപ്പാൽ നൽകുകയും ചെയ്തതുകൊണ്ട് ആ രാക്ഷസി സ്വർഗലോകത്തെ പ്രാപിച്ചു. ആ നിലയ്ക്ക് ഭഗവാന് ആ പാൽ നൽകിയ ഗോക്കളുടെയും മാതാക്കളുടെയും പുണ്യം എത്രയെന്ന് കണക്കാക്കുവാൻ കഴിയുമോ എന്ന് ചോദിച്ചിരിക്കുകയാണ് നമ്മൾ. അതുകൊണ്ടാണ് ഭഗവാന് നമ്മാൽ കഴിയുന്ന വഴിപാടുകൾ നൽകണമെന്ന് പറയുന്നത്. അഷ്ടമിരോഹിണിയാണ് ഇന്ന്, ശ്രീകൃഷ്ണ ജയന്തിയാണ്. ഒരു തുളസിമാലയെങ്കിലും ഒരു തൃക്കൈവണ്ണെങ്കിലും ഭഗവാന് സമർപ്പിക്കുക. നമ്മളാൽ കഴിയുന്ന എല്ലാ വഴിപാടുകളും ചെയ്യുക. അവനവൻ്റെ ശക്തിക്കനുസരിച്ച് യഥാശക്തി തൃക്കൈവണ്ണം വയ്ക്കാൻ മറക്കണ്ട. ഇന്ന് നമുക്ക് ഇത്രയും മതി. ഇനി അടുത്ത വീഡിയോയിൽ ഇനിയും കൃഷ്ണനെ വധിക്കാനുള്ള ശ്രമങ്ങൾ കംസൻ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അടുത്തത് ശകടാസുരനെയും തൃണാവർത്തനെയും എല്ലാം ഭഗവാനെ വധിക്കാനായിട്ട് വിടുന്നുണ്ട്. അതുപോലെ ഭഗവാന്റെ കുസൃതികളും ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് അതും കേൾക്കാം. എല്ലാവരും കാത്തിരിക്കുക. പിന്നെ ഭഗവത് കഥകളാണ്, അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ മടി വിചാരിക്കേണ്ട. ഷെയർ ചെയ്ത് കൊടുക്കണം എല്ലാവർക്കും. എത്ര പേരിലേക്ക് എത്തിക്കാൻ കഴിയുമോ അത്രയും പുണ്യം നമുക്ക് കിട്ടും. അതിനൊരു തർക്കവും വേണ്ട. ഭഗവത് കഥകൾ കേൾക്കുകയും അതുപോലെ നമ്മുടെ ചെവികൾക്കും മനസ്സിനും ആനന്ദം നൽകുക തന്നെ ചെയ്യും. ഇത് എത്ര കേട്ടാലും മതിയാവില്ല. അതുപോലെ എന്ത് കേട്ടാലാണോ മനുഷ്യർക്ക് ആ വൈരാഗ്യമുണ്ടായിട്ട് ഭഗവത് ഭക്തന്മാരിൽ താല്പര്യവും ഭഗവാനിൽ ഭക്തിയും ഉണ്ടാവുക, ആ അന്ധക്കരണം അതുകൊണ്ട് ശുദ്ധമാവുകയാണ് ചെയ്യുന്നത്. ആ കഥകൾ വീണ്ടും വീണ്ടും കേൾക്കാനും പറയാനും മറ്റ് ഭഗവത് ഭക്തന്മാരിലേക്ക് എത്തിക്കാനും കഴിയുമാറാകട്ടെ. അതിനായി ഭഗവാൻ നമുക്കെല്ലാം ആയുസ്സും ആരോഗ്യവും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.
ഇന്ന് ഒരിക്കൽ കൂടി ജന്മാഷ്ടമിയുടെ ആശംസകൾ. ഭഗവാൻ ഉണ്ണിക്കണ്ണൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. ഈ വർഷം മുഴുവൻ നിറഞ്ഞു നിൽക്കട്ടെ.